വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ക്രിയേഷൻസ് പ്രീത. എന്നാൽ നമുക്ക് സോയാബീൻ കൊണ്ട് ഫ്രൈ ഉണ്ടാക്കാം. അതായത് നോൺ വെജ് ഒക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ സോയ കൊണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോയ എടുത്തിട്ട് വെള്ളം ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഗരം മസാല ആഡ് ചെയ്യുകയാണ്. ഗരം മസാല കുറച്ച് ഇട്ട് അത് വേവിച്ച് കൊടുക്കുകയാണ് നന്നായിട്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വേവിച്ച് ഊറ്റി കളയാൻ വേണ്ടിയാണ്. ഇതിങ്ങനെ വെന്ത് കഴിയുമ്പോൾ ഈ ഉപ്പും ഗരം മസാലയും എല്ലാം കൂടെ സോയയിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ നന്നായിട്ട് ഗരം മസാലയും ഉപ്പും എല്ലാം കൂടെ നന്നായി മിക്സായി തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാനിത് ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്ത് തണുത്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് ആ സോയ ചങ്ക്സ് മാത്രം പിഴിഞ്ഞെടുക്കുന്നു. ചെയ്യാൻ വേണ്ടത് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് 2-3 കഷ്ണം തേങ്ങ കൊത്തുകയാണ്. തേങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇനി 3 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 8-10 വെളുത്തുള്ളി ചെറുതായിട്ട് അരിയാം. അല്ലെങ്കിൽ ഇത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചെടുത്താലും മതി. ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി. ഞാനിതൊന്നും ഇനി അളവ് പറയുന്നില്ല. നിങ്ങളുടെ ആവശ്യം പോലെ എരിവിന് വേണ്ടി ആവശ്യത്തിനെടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി അധികം ഇടണ്ട. ഇനി ഇത് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടെ, ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തെല്ലാം പിഴിഞ്ഞെടുത്തപ്പോൾ അതെല്ലാം പോയി. അപ്പോൾ ഉപ്പ് നോക്കി ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. മിക്സ് ചെയ്ത് ഈ ഉപ്പും മുളകും എല്ലാം കൂടെ പിടിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് വെച്ചേക്കുക. ആ സമയം കൊണ്ട് നമുക്ക് സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം വഴറ്റിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുത്താൽ കുറച്ചും കൂടെ നല്ലതാണ്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ എത്ര ഇട്ടാലും നല്ലതാണ്. പിന്നെ മല്ലിയില ഇല്ലാത്ത കാരണം ഞാൻ ഇടുന്നില്ല. ലാസ്റ്റ് ആകുമ്പോൾ മല്ലിയില ഇട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തു. സവാള ഒന്ന് വഴന്ന് കഴിയുമ്പോൾ പൊടികൾ ആഡ് ചെയ്യണം. ആദ്യം കുറച്ച് മുളക് പൊടി. ആദ്യം സോയയിൽ നമ്മൾ മുളക് പൊടിയെല്ലാം ആഡ് ചെയ്താണ്, കുരുമുളക് പൊടി. അപ്പം നല്ല എരിവ് നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടി. ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. പൊടികൾ ആഡ് ചെയ്യുമ്പോൾ ഫ്ലെയിം കുറച്ച് സിമ്മിലിട്ട് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, കരിഞ്ഞു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല.
ഇട്ട് കൊടുക്കുക. ശരിക്കും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തിട്ട് ഈ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ച സോയ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ സെപ്പറേറ്റ് വറുത്തെടുക്കണം. വെച്ച് അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിച്ച് കൊടുക്കാം. ഞാനിതിൽ പാം ഓയിലാണ് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ടു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഈ സോയ ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇത് മാറ്റാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം സവാളയെല്ലാം ഇട്ട് വെച്ചിരുന്ന ആ പാത്രത്തിലോട്ട് തന്നെ ഈ സോയ ഫ്രൈ ചെയ്തതും ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ബാക്കി കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സോയയും പിന്നെ സവാള വഴറ്റി വെച്ചത് എല്ലാം കൂടെ മിക്സ് ചെയ്യാണ് ലാസ്റ്റ്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എരിവിന് വേണമെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയല്ല, കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോയ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ഒരു പ്രാവശ്യമെങ്കിലും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.